നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ 2 പോർ വിമാനങ്ങൾ ഇറാൻ വെടിവെച്ച് വീഴ്ത്തുകയും അതിൽ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. മറ്റു വിമാനത്തിലെ പൈലറ്റിനായിട്ടുള്ള തെരച്ചിൽ അവിടെ അമേരിക്കൻ സൈന്യവും അതുപോലെ തന്നെ ഇറാൻ സൈന്യവും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ കൈകളിൽ പെട്ടുകഴിഞ്ഞാലുള്ള അവസ്ഥ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുർബലമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ ഇറാനിലോട്ട് ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്ക. ഏറ്റവും മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഓരോ മണിക്കൂറിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഭീതി പരത്തുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഇറാനിൽ ഒരു ആണവ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയാക്കിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു ഭയത്തിൽ ഇപ്പോൾ ഇറാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസിനും ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിക്കും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഔദ്യോഗികമായിട്ടാണ് ഇപ്പോൾ കത്തെഴുതിയിരിക്കുന്നത്. കാരണം മേഖലയെ മുഴുവൻ ആണവ വികിരണ ഭീഷണിയിലാക്കുന്ന അസഹനീയമായ സാഹചര്യം അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ബോംബാക്രമണം മേഖലയെ വിനാശകരമായ ആണവ ദുരന്തത്തിന്റെ വക്കിലെത്തിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. ആക്രമണത്തെ തുടർന്നുണ്ടാകുന്ന ആണവ വികിരണം ഇറാനേക്കാൾ കൂടുതൽ ബാധിക്കുക ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളെ ആയിരിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഗൾഫ് മേഖലകളിലേക്കടക്കം ഇത്തരത്തിൽ ആണവ ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിലേക്കും ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ ഏറുകയാണ്. ഇതാണ് അബ്ബാസ് അറാഗ്ചി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുക്രൈനിലെ സാപ്പോറീഷ്യ ആണവ നിലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രകടിപ്പിച്ച ആശങ്ക എന്തേ ബുഷറിന്റെ കാര്യത്തിൽ ഇല്ലാത്തതെന്നും അറാഗ്ചി ചോദിക്കുന്നുണ്ട്. ഇതുവരെ 4 തവണയാണ് ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന് നേരെ അമേരിക്കൻ ഇസ്രായേൽ സഖ്യം ആക്രമണം നടത്തിയിരിക്കുന്നത്. ബുഷറിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് പുക പടർന്നാൽ അത് പേർഷ്യൻ കടലിടുക്കിന് മറുഭാഗത്തുള്ള സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ജനജീവിതം പ്രതിസന്ധിയിലാകുമെന്നാണ് ഇറാന്റെ ഭീഷണി. അതായത് അപ്പോഴും സ്വന്തം രാജ്യവും അപകടത്തിലാകും. അതിനപ്പുറം ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലും ഇതിൻ്റെ ഒരു ദുരനുഭവം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ നൽകുന്ന ഭീഷണി. കാറ്റിന്റെ ഗതിയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അനുസരിച്ച് വികിരണം ടെഹ്റാനേക്കാൾ വേഗത്തിൽ ഗൾഫ് നഗരങ്ങളിൽ എത്തും എന്നതും ഗൗരവകരമായ യാഥാർത്ഥ്യമാണ്. ആണവ നിലയത്തിന് പുറമെ ഇറാൻ പെട്രോ കെമിക്കൽ ശാലകളും അമേരിക്കൻ സഖ്യം ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന യഥാർത്ഥ ലക്ഷ്യമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും അറാഗ്ചി കുറ്റപ്പെടുത്തി. യുദ്ധം കേവലം സൈനിക കേന്ദ്രങ്ങളിൽ ഒതുങ്ങാതെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പടരുന്നതും വലിയ മാനുഷിക ദുരന്തത്തിന് വഴിവെക്കും. ശനിയാഴ്ച പുലർച്ചെ ബുഷർ നിലയത്തിന് സമീപം നടന്ന പ്രൊജക്ടൈൽ ആക്രമണം മേഖലയിലെ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള 4ാമത്തെ സംഭവമാണെന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചു. നിലയത്തിന്റെ സുരക്ഷാ വിഭാഗത്തിലെ ഒരു ജീവനക്കാരൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അനുബന്ധ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യവെച്ചുള്ള നീക്കങ്ങൾ മനുഷ്യരാശിക്കും പരിസ്ഥിതിക്കും കനത്ത ആഘാതമുണ്ടാക്കുമെന്നും അബ്ബാസ് അറാഗ്ചി മുന്നറിയിപ്പ് നൽകി. നിലവിൽ ആണവ വികിരണ തോതിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിന് തൊട്ടടുത്ത് നടക്കുന്ന സ്ഫോടനങ്ങൾ വലിയൊരു ആണവ ദുരന്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. റേഡിയോ ആക്റ്റീവ് പ്രസരണം ടെഹ്റാനേക്കാൾ കൂടുതൽ ഭീഷണിയാകുക ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾക്കായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം ഒട്ടും വെച്ചുപൊറുപ്പിക്കാനാവാത്തതാണെന്നും വികിരണങ്ങൾ പുറത്തുവിടുന്നത് ഇറാന്റെ അതിർത്തികൾക്കപ്പുറം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
കഴിഞ്ഞ ദിവസം രാവിലെയാണ് ബുഷേർ ആണവ നിലയത്തിന് തൊട്ടടുത്തായി മിസൈൽ പതിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ചത്. സമീപകാലത്ത് നടക്കുന്ന 4ാമത്തെ സംഭവമാണിത്. ആക്രമണത്തിൽ ആണവ നിലയത്തിലെ സുരക്ഷാ വിഭാഗത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടതോടുകൂടി തന്നെ ആക്രമണം മാരകമാണ്. നിലവിൽ റേഡിയോ ആക്റ്റീവ് പ്രസരണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് IAEA കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ബുഷറിലെ സംഭവത്തിൽ IAEA മേധാവി റാഫേൽ ഗ്രോസി അതിശക്തമായ ആശങ്ക രേഖപ്പെടുത്തി. ആണവ നിലയങ്ങളോ അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളോ ഒരിക്കലും സൈനിക ലക്ഷ്യങ്ങളാകരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രധാന പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും സുരക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന അനുബന്ധ കെട്ടിടങ്ങൾ തകരുന്നത് ആണവ അപകടങ്ങൾക്ക് വഴിതെളിയിക്കുമെന്നും ഗ്രോസി ഓർമ്മിപ്പിച്ചു. യുദ്ധ സാഹചര്യങ്ങളിൽ ആണവ സുരക്ഷ ഉറപ്പാക്കാൻ പാലിക്കേണ്ട 7 സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്നും ഗ്രോസി കുറ്റപ്പെടുത്തി. പരമാവധി സൈനിക സംയമനം പാലിക്കണമെന്നും ഒരു അണുബോംബ് സ്ഫോടനത്തിന് സമാനമായ അപകടം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ ആക്രമണം പ്ലാന്റിന്റെ ചുറ്റുമതിലിന് തൊട്ടടുത്താണ് നടന്നതെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായും കെട്ടിടത്തിന് വിള്ളലുകൾ വീണതായും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വൈദ്യുതി ഉൽപാദനത്തെ ഇത് ബാധിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. ഇറാന്റെ സാമ്പത്തിക സൈനിക ശേഷി തകർക്കുന്നതിന്റെ ഭാഗമായാണ് ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ഇത് കേവലം ഇറാനെ മാത്രമല്ല അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങളെയും ബാധിക്കുമെന്ന നയതന്ത്ര യാഥാർത്ഥ്യം അമേരിക്ക അവഗണിക്കുകയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. റേഡിയോ ആക്റ്റീവ് വികിരണം ഉണ്ടായാൽ അത് കടൽ കടന്ന് കുവൈറ്റ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലേക്ക് എത്തുമെന്ന ഇറാന്റെ മുന്നറിയിപ്പും അറബ് ലോകത്തെ ഏറെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ യുദ്ധം തുടങ്ങി ഇത്രയും 1 മാസം പിന്നിടുമ്പോഴും അറബ് രാജ്യങ്ങളിൽ പലയിടത്തും ജനങ്ങൾ ഏറെ ഭയത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിലെ കുടിവെള്ള സ്രോതസ്സായ കടൽവെള്ളം മലിനമായാൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തമായി മാറും. ആണവ നിലയത്തിന് നേരെയുള്ള ആക്രമണത്തെ റഷ്യയും ചൈനയും ശക്തമായി അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇരു രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ നിലപാടെടുത്തു. യുദ്ധം 6 ആഴ്ച പിന്നിടുമ്പോഴും പരിഹാരം കാണാൻ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെടുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. ഏതായാലും ട്രംപിന്റെ 48 മണിക്കൂർ അന്ത്യശാസനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബുഷറിലെ ആക്രമണം ഇറാനെ കൂടുതൽ പ്രകോപിതരാക്കിയിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് പകരം ആണവ ഭീഷണി മുൻനിർത്തിയുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നത്. ലോകം ഇപ്പോൾ ശരിക്കും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളാണെങ്കിലും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണവും ഇപ്പോൾ ആണവ വികിരണ ഭീഷണിയും അവരെ സമ്മർദ്ദത്തിലാക്കുന്നു. ഇറാനുമായി ചർച്ചകൾ നടത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവും അറബ് ലോകത്ത് ശക്തമാണ്. ബുഷേർ ആക്രമണ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും അസ്ഥിരമായി. ആണവ ഭീതി നിലനിൽക്കുന്നതിനാൽ ചരക്ക് കപ്പലുകൾ മേഖലയിലൂടെ കടന്നു പോകാൻ ഭയപ്പെടുന്നു. ഇത് ആഗോള വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകർക്കുമെന്ന ഭീതിയിലാണ് സാമ്പത്തിക ലോകം. ടെഹ്റാനിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിലും ഇറാനിലെ ഉന്നത സൈനിക നേതാക്കളെ വധിച്ചതായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇറാനിലെ നിരവധി സൈനിക നേതാക്കളെ വധിച്ചതായി ട്രംപ് അവകാശപ്പെട്ടത്. ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൻ്റെതെന്ന് അവകാശപ്പെട്ട് 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യവും US പ്രസിഡന്റ് പങ്കുവച്ചിട്ടുണ്ട്. ഇറാൻ വളരെ മോശമായും അവിവേകത്തോടെയും നയിച്ച നിരവധി സൈനിക നേതാക്കൾ ടെഹ്റാനിൽ നടന്ന വൻ ആക്രമണത്തോടെ അവസാനിപ്പിക്കപ്പെട്ടു എന്നായിരുന്നു വീഡിയോയ്ക്കൊപ്പം ട്രംപ് കുറിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യം പങ്കുവച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴാണ് ആക്രമണം നടത്തിയതെന്നോ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നോ വ്യക്തമല്ല. ഇറാൻ അന്ത്യശാസനം നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാന്റെ മുതിർന്ന സൈനിക നേതാക്കളെ വധിച്ചതെന്ന് അവകാശപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയത്. 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനുമായി നരകം പെയ്തിറങ്ങുമെന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. ഹോർമുസ് തുറക്കാൻ ഇറാന് നീട്ടി നൽകിയ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാൻ വെടിവെച്ചിട്ട് US വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടിയ വൈമാനികനായി ഇറാന്റെയും US-ന്റെയും സൈന്യങ്ങൾ
തിരച്ചിൽ തുടരവെയാണ് ഈ ഒരു പ്രസ്താവന. കരാറുണ്ടാക്കിയില്ലെങ്കിൽ ബോംബിട്ട് ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് നേരത്തെ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു.